എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചുവന്ന ചീരയാണ്. 1 കപ്പ് ചീര നമ്മൾ അരിഞ്ഞിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് 2 ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഈ എണ്ണയിലേക്കിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് സവോളയും പച്ചമുളകും കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ലേശം ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ കൂട്ട് നന്നായിട്ട് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചീര അരിഞ്ഞതും കൂടി ചേർക്കാനുണ്ട്. ചീര നമ്മൾ വലുതായിട്ട് അരിഞ്ഞാൽ മതി, തീരെ പൊടിയായിട്ട് തോരൻ അരിയുന്ന പോലെ അരിയണ്ട. വഴന്നു വന്ന കൂട്ടിലേക്ക് നമുക്കിനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചീര ചേർക്കാം. ചീര നന്നായിട്ടൊന്ന് വഴന്നു വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴന്നു വന്ന കൂട്ടിലേക്ക് ഇനി നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന പൊടികൾ 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മസാലപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മുളക് പൊടി, ഇവയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കൂട്ടിൽ കിടന്ന് നമ്മുടെ മസാലപ്പൊടിയെല്ലാം പച്ച ചുവയൊക്കെ മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി ഉടച്ചു വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ചൂടൊന്ന് ആറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കട്ട്ലേറ്റിന് ആവശ്യമായ ഒരു മുട്ട നമ്മളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പും 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം. തണുത്ത് വന്ന കട്ട്ലേറ്റിൻ്റെ കൂട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ടയിൽ മുക്കി അത് കഴിഞ്ഞ് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ചീര കറി വെച്ചാലോ തോരൻ വെച്ചാലോ ഒന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്കൊക്കെ ഇതേപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവരത് കഴിച്ചുകൊള്ളും. നന്നായി തിളച്ച എണ്ണയിലേക്ക് നമുക്കിട്ട് ഇത് പൊരിച്ചു പോരാം. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനും തിരിച്ചിട്ട് മറു സൈഡും കൂടി മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയ ഒരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.